നമസ്കാരം. എല്ലാവർക്കും ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വേദജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാജാവെന്നാണ് സൂര്യൻ അറിയപ്പെടുന്നത്. സൂര്യൻ നിലവിൽ മീനൻ രാശിയിൽ ശനിയുടെ കൂടെയാണ് സംക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏപ്രിൽ 14 സൂര്യൻ മേടത്തിലേക്ക് സംക്രമണം നടത്താൻ പോവുകയാണ്. സൂര്യൻ ശനിയുടെ കൂടെ നിലനിൽക്കുന്നതിനാൽ അനവധി രാശിയിൽ ജനിച്ചവർക്ക് ദോഷം നിലവിലുണ്ട്. എന്നാൽ സൂര്യൻ രാശി മാറുന്നതോടെ ഈ ദോഷങ്ങൾ ഇവരിൽ നിന്നും കുറയുന്നതാണ്. അതുമൂലം വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. സൂര്യൻ മേടത്തിലെത്തുന്നതോടെ 3 രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കും. അത്രയധികം ഭാഗ്യമാണ് മേടം 2-ാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. അതായത് വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഈ നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന രോഗദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി നല്ലൊരു ജീവിതം ഇവർക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതാണ്. അത്രയധികം ഭാഗ്യമായിട്ടാണ് ഈ ഒരു രാശി മാറ്റം, അതായത് ഈ ഗ്രഹങ്ങളുടെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും കൊണ്ട് നിറയുക തന്നെ ചെയ്യും. അതിനാൽ മലയാള മാസം തുടങ്ങുന്ന മേടം മാസം 1-ാം തീയതി കഴിഞ്ഞ് 2-ാം തീയതി മുതൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല. താല്പര്യമുള്ളവർ നിങ്ങളുടെ പേരും നാളുമൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങളെ അലട്ടുന്നത് അതെല്ലാം മാറുന്നതിനായി പ്രാർത്ഥിക്കുന്നതാണ്. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ്. ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന ആദ്യ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ഒക്കെ ഇവരെ വിട്ടൊഴിയാൻ പോകുന്ന ഒരു സമയം വന്നു ചേരാൻ പോവുകയാണ്. അതായത് വിഷു തുടങ്ങി മേടം 1 തുടങ്ങി മേടം 2 മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ബാധിച്ചിരുന്ന ബുദ്ധിമുട്ടുകളുടെയൊക്കെ ശമനം ആരംഭിക്കുകയാണ്. നേട്ടങ്ങൾ അനവധി ഇവരിൽ വന്നെത്തുന്നതാണ്. കർമ്മത്തിനൊത്ത് അർഹമായ ഫലം ഈ രാശിക്കാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. തൊഴിൽ ചെയ്യുന്നിടത്ത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ഏൽപ്പിച്ച ജോലികൾ കാര്യക്ഷമതയോട് ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഗുണകരമായി ഭവിക്കുന്നതാണ്. വരുമാന മാർഗങ്ങൾ ഒന്നിലധികം മുന്നിൽ തെളിയും. ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ കാര്യക്ഷമതയോടെ ചെയ്തു തീർക്കാനുള്ളൊരു അവസരങ്ങൾ മുന്നിൽ തെളിയുന്നതാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വരുമാനം വർദ്ധിക്കുന്നതാണ്. സ്ഥാനക്കയറ്റത്തിനും ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ നില ഉയർത്തുന്ന രീതിയിലുള്ള അഭിമാന നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. സ്ഥാനക്കയറ്റം വന്നു കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല. അതായത് തൊഴിൽ ചെയ്യുന്ന ഏതു മേഖലയിലാണോ ആ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നതാണ്. സൂര്യൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ അനവധി സംഭവിക്കാൻ പോവുകയാണ്. മേടം 2-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള നേട്ടങ്ങൾ വന്നു ചേരും. മികച്ച അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ശത്രുക്കളെ തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു നേട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കണം, നിങ്ങളുടെ ജീവിത നിലവാരങ്ങളും ജീവിത ലക്ഷ്യങ്ങളും ഒക്കെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശത്രുവാരാണോ അവരെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശത്രുദോഷങ്ങളിൽ നിന്നും ശത്രുപീഡകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മുക്തി നേടാൻ പോകുന്ന ഒരു അവസരമാണ് മേടം 2-ാം തീയതി മുതൽ വന്നു ചേരാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു മേടൻ രാശിയിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരുടെ. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിയിൽ ജനിച്ചിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇവർക്ക് പണം സമ്പാദിക്കാനുള്ള മാർഗം മുന്നിൽ തെളിയുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധി ജീവിതത്തിൽ നിന്നും വിട്ടകലും. വളരെ കാലമായി പൂർത്തിയാക്കാത്ത ജോലികൾ പൂർത്തീകരിക്കാനുള്ളൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും. ഏറെക്കാലമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ, അല്ലെങ്കിൽ സാഹചര്യം അതിനനുവദിക്കാതെ പോയിരുന്ന കാര്യങ്ങൾ എന്താണോ
അതിലൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു ചേരുകയും അതുമൂലം പൂർത്തിയാക്കാതെ പോയ എന്ത് കാര്യമാണോ അതെല്ലാം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. പുതിയ വില കൂടിയ സാധനങ്ങൾ വാങ്ങാനും അവ ഉപയോഗിക്കാനുമുള്ള ഭാഗ്യം നിങ്ങളിൽ കാണുന്നു. മാതാപിതാക്കൾക്കു വേണ്ടി അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് യോഗം വന്നു ചേരും. സന്തോഷവും സമൃദ്ധിയും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. നല്ലൊരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ളൊരു സമയം കൂടിയാണിത്. അതായത് വിവാഹം നടക്കാതിരുന്നവരുടെ വിവാഹം നടക്കുമെന്ന് അർത്ഥം. കഠിന അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാൻ പോവുകയാണ്. ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. വാഹനങ്ങൾ വാങ്ങാൻ യോഗം കാണുന്നു. മനസ്സിലെ സങ്കടങ്ങൾ അകലുന്നതാണ്. പഠിച്ച മേഖലയിൽ തന്നെ ജോലി ലഭിക്കാനുള്ളൊരു യോഗം കാണുന്നു. നിങ്ങൾ എന്തു മേഖലയിലാണോ നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് ആ മേഖലയിൽ തന്നെ ഉയർന്ന ശമ്പളത്തോടു കൂടി ഉന്നത സ്ഥാനത്തിലേക്ക് ജോലി ലഭിക്കാനുള്ളൊരു ഭാഗ്യം കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ മികവ് തെളിയിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടും മേടം 2-ാം തീയതി മുതൽ ശുഭകരമായ സമയമാണ്. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കൈവരിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നതിനുമൊക്കെയുള്ള അനുകൂല സമയം തെളിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നുചേരും. ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മേടം 2-ാം തീയതി മുതൽ നിങ്ങളെ വിട്ടകലാൻ പോവുകയാണ്. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യം വന്നു ചേരും. കാരണം മകരം രാശിക്കാരുടെ മേടത്തിൽ സൂര്യൻ അത്രയധികം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. സൂര്യൻ്റെ മേടം രാശിയിലുള്ള സംക്രമണത്തോടെ നേട്ടങ്ങൾ അനവധി നിങ്ങളെ തേടിയെത്തും. ഭാഗ്യം ഇവരിൽ വന്നെത്തുക തന്നെ ചെയ്യും. കോടതി സംബന്ധമായ കേസുകളിൽ പോസിറ്റീവായിട്ടുള്ള ഒത്തുതീർപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് കോടതിപരമായി കുറേ നാളുകളാൽ കേസ് നീണ്ടു പോയിക്കൊണ്ടിരുന്നതിലൊക്കെ അതിൻ്റെ ഒരു പര്യവസാനം വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വിധി വന്നു ചേരും. സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പല നേട്ടങ്ങളും ഈ ഒരു മേടം 2-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങളെ വിട്ടകലും. മാതാപിതാക്കളുടെ അനുഗ്രഹത്താൽ അനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നേടാൻ പറ്റാതെ പോയിരുന്ന കാര്യങ്ങളൊക്കെ അവരുടെ അനുഗ്രഹം ഇപ്പോൾ ലഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം വേണ്ടുവോളം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെ പറയാം. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. ദാമ്പത്യത്തിൽ സന്തോഷം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ദാമ്പത്യപരമായി പിണങ്ങി നിന്നിരുന്ന ദമ്പതികൾക്കിടയിൽ ആ പിണക്കമൊക്കെ മാറി നല്ല രീതിയിൽ വിവാഹ ജീവിതം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടും നേട്ടമാണ്. പരസ്പരം മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണോ ബാധിച്ചത്, അതായത് വിവാഹ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണോ ബാധിച്ചത് ആ ബാധിച്ചിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. വിവാഹം കഴിച്ച ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഈ മേടം 2-ാം തീയതി മുതൽ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതം സമൂഹത്തിൻ്റെ മുന്നിൽ കാഴ്ചവെക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരും. സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്ന് വിട്ടകലും. കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പടിപടിയായി വീട്ടി സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ടുള്ളൊരു ലാഭം വന്നു ചേരും. ബിസിനസ്സിൽ നഷ്ടങ്ങൾ അനുഭവിച്ചവർക്ക് ആ നഷ്ടങ്ങളൊക്കെ മറന്ന് നല്ല രീതിയിൽ ബിസിനസ് പടുത്തുയർത്താൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടും നേട്ടമാണ്, ഭാഗ്യമാണ്. മേടം 2-ാം തീയതി മുതൽ മകരം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നേട്ടം വന്നു ചേരാൻ പോകുന്നു. മേടം, ധനു, മകരം എന്നീ 3 രാശികളിലായി ജനിച്ചിരിക്കുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മേടം 2-ാം തീയതി മുതൽ മാറിക്കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല. ഇനി നിങ്ങളുടെ കാലമാണ്. ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. ജീവിതം പച്ച പിടിക്കാൻ പോകുന്നു. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ സ്വന്തമാക്കാൻ പോകുന്ന സമയം തെളിഞ്ഞു വരാൻ പോവുകയാണ്. ഈ പ്രയോജനമായ സമയം, അതായത് നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുന്ന ഈ സമയം പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക. നിങ്ങൾ കരുതുന്നതിലും അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികപരമായും തൊഴിൽപരമായും ഒക്കെ വലിയ ഉന്നതിയിൽ എത്തിച്ചേരാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. നിങ്ങളുടെ ജീവിതം മേടം 2-ാം തീയതി മുതൽ, അതായത്
മലയാള മാസം തുടങ്ങുന്ന മേടം 1-ാം തീയതി കഴിഞ്ഞ് മേടം 2-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിൽ സംശയമില്ല. അത്രയ്ക്ക് ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തൊരു രാശി ഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.